പോരുമോ നാം എല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. പോരുമോ നാം എല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. ക്നായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്നു കൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ക്നായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്നു കൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. പോരുമോ നാം എല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. പോരുമോ. സ്നേഹമുള്ള UKKCയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ശ്രീ തോമസ്, റോയ് സ്റ്റീഫൻ, വികനിലെ ജ്ഞാനായ സഹോദരീ സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ട് മടുത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും വളരെയേറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം മൊഞ്ചുള്ള പെണ്ണുങ്ങൾ മാത്രമല്ല ജ്ഞാനായ സമൂഹത്തിലുള്ളത്, അന്തസ്സും അഭിമാനവും ആത്മധൈര്യവും തലകുനിക്കാത്തവരും നട്ടല് നിവർന്നു നിൽക്കുവാൻ തയ്യാറുമുള്ള ചങ്കൂറ്റവുമുള്ള സ്ഥാനാർത്ഥികൾ UKKCയിൽ മത്സരിക്കുന്നു എന്ന് കാണുന്നതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഇത് ഞാൻ പറയാൻ കാരണം, ക്രിസ്മസിൻ്റെ സന്ദേശത്തിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ വന്നുകൊള്ളാം. കർത്താവായ യേശുക്രിസ്തു ജനിച്ചപ്പോൾ കിഴക്ക് നിന്ന് വന്ന 3 രാജാക്കന്മാർക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അവർക്കൊരു ലക്ഷ്യമെന്ന് പറയുന്നത് രക്ഷകനെ കാണുവാനും തങ്ങൾക്കുള്ളത് സമർപ്പിക്കുവാനും ഒപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ തങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുവാനുമുള്ള ഒരു ലക്ഷ്യബോധവും അവർക്കുണ്ടായിരുന്നു. എന്നാൽ സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ഏതാണ്ട് 12 വർഷങ്ങൾക്ക് അത് ഉള്ള ഒരു UKKC എന്ന സംഘടനയ്ക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ കാല ചരിത്രങ്ങളൊന്നും എടുത്ത് പരിശോധിച്ചാൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നോ എന്ന് ഞാൻ ചിലപ്പോഴെങ്കിലും സംശയിച്ചു പോകാറുണ്ട്. കാരണം ഒരു ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ ആ ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമെങ്കിലും UKKCയുടെ ഭാഗത്തു നിന്നുണ്ടാകുമായിരുന്നു. എന്നാൽ ഇനിയെങ്കിലും വരുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന എക്സിക്യൂട്ടീവുകൾക്ക് ഈ പറയുന്ന പൂജരാജാക്കന്മാരെ പോലെ തന്നെ ഒരു ലക്ഷ്യബോധമുണ്ടായിരിക്കണം. 15 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞാൽ UKKCയുടെ എവിടെ നിൽക്കണമെന്നും എന്ത് ഈ അവസ്ഥയിലേക്ക് UKKCയെ കൈപിടിച്ച് നടത്തണമെന്നുള്ള ഒരു ഉത്തരവാദിത്വം UKKCയുടെ വരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഞാനിത് പറയുവാൻ കാരണം, വിഗൻ യൂണിറ്റിനെ കുറിച്ച് ഇന്നും ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. ഇന്നിവിടെ അവതരിപ്പിച്ച പരിപാടിയെക്കുറിച്ച് ഫേസ്ബുക്കുകളിലൂടെ വരുന്ന പ്രചരണങ്ങൾക്ക് ഒരു മറുപടി എങ്കിലും പറയാതിരുന്നാൽ ശരിയാവില്ല എന്ന് ഒരു യൂണിറ്റിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നു. സ്നേഹമുള്ളവരെ, ഞാനും എന്നെപ്പോലെ തന്നെ പ്രായമുള്ളവരും ഒരു ദിവസം ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അതിനുശേഷം മറ്റൊരു യുവജനങ്ങൾക്ക് ഈ സമൂഹത്തെ കൈപിടിച്ചു കൊടുക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ഇന്നായിരിക്കുന്ന ഞങ്ങൾക്കുണ്ട് എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ KCYL കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു പരിപാടി അവതരിപ്പിക്കുന്നതിനും ആ പരിപാടി വൻ വിജയമാക്കുന്നതിനും വേണ്ടി UKKCയുടെ വിഗൻ യൂണിറ്റ് നേതൃത്വം കൊടുത്തത്. അത് ആദ്യം ഇത് 1-2 ദിവസം മുൻപിട്ട പരിപാടിയല്ല. ഏതാണ്ട് 1.5 മാസം മുൻപ് ആദ്യം ഈ പരിപാടിയെക്കുറിച്ച് നമ്മൾ പോസ്റ്റിംഗ് നടത്തി. അപ്പോൾ പലരും കരുതിയത് ഈ പരിപാടി നടക്കില്ല. അപ്പോൾ ചിലരൊക്കെ ഓർത്ത് ജസ്റ്റിൻ ചേട്ടന് ഷൈൻ ചെയ്യാനുള്ളൊരു മാർഗമാണെന്ന്. പക്ഷേ ആദ്യത്തെ പോസ്റ്റിങ്ങിൽ ഞാൻ വളരെ വ്യക്തമായി എഴുതിയിരുന്നു, അതിൻ്റെ വിശദമായ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾക്കറിയാം, ഒരു ചെറിയ ചൂണ്ട കൊത്തിയിടുമ്പോൾ കണ്ട പരളും ചെറിയ ചെറിയ നത്തോലിയൊക്കെ ചാടിക്കൊത്തും എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ വിശദമായി നമ്മൾ പറയുന്നതിന് മുൻപ് തന്നെ പറഞ്ഞു, അയ്യോ ഇത് വിഗൻ യൂണിറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് വിഗൻ യൂണിറ്റ് ചെയ്ത തെറ്റ്? UK-യിലെ 49 യൂണിറ്റിൽ ഒന്നാണ് വിഗൻ യൂണിറ്റ് എന്ന് അംഗീകരിക്കുവാൻ
ഇന്ന് വരെ ചിലർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ സത്യം. എന്തുകൊണ്ട്? സ്നേഹമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു ജനിച്ചപ്പോൾ ബേത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ ആർക്കും ഒരു ശല്യമുണ്ടാകാതെ മാതാവും യോസേപ്പ് പിതാവും ആ ഉണ്ണിയേശുവിനെയും കൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. എന്നാൽ രാജ്യം ഭരിച്ച ഹെറോദേസ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചെങ്കോലോ അദ്ദേഹത്തിൻ്റെ രാജസിംഹാസനമോ യേശു ചോദിച്ചില്ല, മറിച്ച് ഒരു കാലിത്തൊഴുത്തിൽ കിടക്കുകയായിരുന്നു. എന്നിട്ടും രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന ഹെറോദേസിന് അസ്വസ്ഥനായി അദ്ദേഹത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇന്ന് ഞാൻ പറയട്ടെ, ഏതാണ്ട് ഇതേ മനോഭാവം വെച്ച് പുലർത്തുന്ന UK-യിലെ ചില ജ്ഞാനായ സഹോദരങ്ങളുണ്ട് എന്ന് കാണുന്നതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനാജനകമായൊരു കാര്യമാണ്. കാരണം ഞാനിത് പറയുന്നത്, വിഗൻ യൂണിറ്റ് എന്ന് കേൾക്കുമ്പോഴോ മോട്ടോർവേയിൽ പോകുന്ന, എനിക്ക് തോന്നുന്നു മോട്ടോർ വഴി പോകുമ്പോൾ വിഗൻ എന്ന പദം, ആ ഒരു സ്ഥലത്തിൻ്റെ പേര് കാണുമ്പോൾ തന്നെ മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയുടെ മനോഭാവത്തിലേക്ക് ചിലരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഞാൻ പറയുന്നു, ഞങ്ങളെ ഇതുകൊണ്ടൊന്നും ഈ കൊല്ലൻ്റെ ആലയിലെ പട്ടീനെ ഉടുക്കുകാട്ടി നിങ്ങൾ പേടിപ്പിക്കരുത്. സ്നേഹമുള്ളവരെ, ഞാനിത് പറയുന്നത് ഇതൊരു രാഷ്ട്രീയക്കാരൻ്റെ ശൈലിയിലാണോ എന്ന് ചോദിച്ചാൽ, ക്രിസ്മസിന് ഇത് പറയാവോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ പറയാതിരിക്കാനും മേല. കാരണം നിങ്ങൾക്കറിയാം, എന്നെ സംബന്ധിച്ചിടത്തോളം UK കേസിയുടെ ഏറ്റവും വലിയ ഉയരത്തിൽ കയറിയിരുന്ന് എല്ലാവരെയും സുഖിപ്പിക്കണം എന്നുള്ള ആഗ്രഹക്കാരനുമില്ല. പക്ഷേ പറയേണ്ട വേദികളിൽ നിങ്ങൾ നാഷണൽ കൗൺസിൽ അംഗങ്ങൾക്കുള്ളവർക്കറിയാം, വിഗൻ യൂണിറ്റിന് അംഗീകാരം നൽകിയതിന് ശേഷം അന്നു മുതൽ ഇന്ന് വരെ അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ നാഷണൽ കൗൺസിൽ മീറ്റിങ്ങിലും എന്തിന് ബൈലോ കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ നിർദ്ദേശങ്ങൾ വെച്ചത് ഇവിടുത്തെ വലിയ യൂണിറ്റുകാരെക്കാൾ അധികമായി വിഗൻ യൂണിറ്റാണെന്ന് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയുകയാണ്. എവിടെയായിരുന്നു അന്ന് ഈ യൂണിറ്റുകാരൊക്കെ? സ്നേഹമുള്ളവരെ, അന്ന് ബോധപൂർവം അവരൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ വിഗൻ ഈ UK-യിലെ ബൈലോ എത്ര ഭംഗിയായി പോകുമായിരുന്നു. ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ രാത്രി വരെ പുതിയ ബൈലോ വന്നപ്പോൾ അതിലൊരു എറർ ഞാൻ കണ്ട് UKKCയുടെ പ്രസിഡന്റിന് ഞാൻ കണ്ട എറർ അപ്പോൾ തന്നെ ഞങ്ങൾ ഫോർവേഡ് ചെയ്യുകയുണ്ടായി. അത്രമാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഗൻ യൂണിറ്റിനെ താറടിച്ച് കാണിച്ച് ഇത് UKKCയെ അംഗീകരിച്ചിട്ടുള്ള ഒരു പരിപാടിയല്ലെന്നാണ് ഇത്രയും ദിവസം പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. സ്നേഹമുള്ളവരെ, അതിലേക്ക് ഞാൻ വരട്ടെ. ഒന്ന്, ഇത് KC വൈലുകാർ നടത്തിയ പരിപാടിയാണ്. രണ്ട്, വിഗൻ യൂണിറ്റിനൊരു പരിപാടി നടത്തണമെങ്കിൽ അതിന് UKKCയുടെ എക്സിക്യൂട്ടീവിൻ്റെ അധികാരം ആവശ്യമില്ല. ഏതൊരു യൂണിറ്റിനും നടത്താം. അൺലെസ് ആൻഡ് അതർവൈസ് UKKCയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണെങ്കിൽ മാത്രമേ എല്ലാ യൂണിറ്റിനെയും അറിയിക്കേണ്ട ചുമതല UKKCയ്ക്കുണ്ട്. സ്നേഹിതരെ, ഇത് നടത്തിയ പരിപാടി എന്താണെന്ന് പോലും വായിച്ചു നോക്കാൻ ഉള്ള ക്ഷമ കാണിക്കാതെ അതിന്മേൽ അഭിപ്രായം പറയുന്നവരോടൊന്നേ എനിക്ക് പറയാനുള്ളൂ. ആദ്യം നിങ്ങൾ പരിപാടിയുടെ കാര്യം നിങ്ങൾ ചിന്തിക്കുക. ദ ടൈറ്റിൽ ഈസ് ദ മീറ്റ് ദ കാൻഡിഡേറ്റ്സ് പ്രോഗ്രാം എന്നുള്ളതാണ്. ബാച്ചുലേഴ്സ് പാർട്ടി ആണെങ്കിൽ ബാച്ചുലേഴ്സിനെ മാത്രം വിളിച്ചാൽ മതി. കാൻഡിഡേറ്റ്സിൻ്റെ മീറ്റ് ദ കാൻഡിഡേറ്റ്സ് പ്രോഗ്രാം ആണെങ്കിൽ കാൻഡിഡേറ്റ്സിനെ മാത്രം വിളിച്ചാൽ മതി. അല്ലാതെ ബാക്കി 48 യൂണിറ്റിലെയും പ്രസിഡന്റിനെയോ അവിടുത്തെ ഓരോ അംഗത്തെയും വിവരം ധരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം വിഗനിലെ ജ്ഞാനായക്കാർക്കില്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് KC വൈലുകാർ നടത്തി. സ്നേഹമുള്ളവരെ, ഈ KC വൈലുകാരുടെ ജീവിതത്തിൽ ആദ്യമായി നടത്തിയ ഒരു പരിപാടിയല്ലേ. ഞങ്ങളെന്താ ഏതെങ്കിലും പട്ടികജാതി പട്ടികവർഗ അങ്ങനെ ഒരു വർഗം ഈ ജ്ഞാനായ സമൂഹത്തിലുണ്ടോ? ഈ കുഞ്ഞുങ്ങളല്ലേ ഈ പരിപാടി നടത്തിയത്. ആ നടത്തിയ പരിപാടിയെ ഇതുപോലെ ആക്ഷേപിക്കത്തക്ക രീതിയിലുള്ള പരാമർശങ്ങൾ ഏത് ഭാഗത്തു നിന്ന് വന്നാലും അത് അപലനീയം തന്നെയാണ്. സ്നേഹിതരെ, എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഞങ്ങൾ പറഞ്ഞ ദിവസം ഡിസംബർ മാസം 20-ാം തീയതി ഈ പറയപ്പെട്ട 6 ചോദ്യങ്ങൾ ഞങ്ങൾ കൊടുത്തതാണ്. അല്ലെങ്കിൽ ഇവർ പറയട്ടെ, സാമാന്യ മര്യാദയല്ലേ വരിയേലെന്ന് പറയണം. വരുമെങ്കിൽ വരുമെന്ന് പറയണം. ചിലർ വരിയേലെന്ന് അപ്പോൾ തന്നെ പറഞ്ഞു. അത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷെ വരിയേല വരും 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 എന്ന് പറഞ്ഞിട്ട് കർത്താവായ യേശു ഒരു ഉപമ പറയുന്നു. സദ്യ വെച്ചു, എല്ലാവരെയും വിളിച്ചു. അവസാനം ചിലരോരോ ന്യായവാദങ്ങൾ പറഞ്ഞു. കല്യാണം കഴിച്ചു പോയി, അപ്പനെ അടക്കാനുണ്ട്, പുതിയ കാളയൊക്കെ വാങ്ങി,
അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സദ്യയ്ക്ക് പോകാത്തവരെ പോലെ ഇന്ന് ചിലർ പറയുന്നത് എന്താ, ഞങ്ങൾക്ക് ഭീഷണിയുണ്ട്, വന്നാൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടിയിരുന്ന അവർ. ഇങ്ങനെ ഒരു യൂണിറ്റിൻ്റെ പരിപാടിയിൽ പോലും പങ്കെടുക്കാൻ ചങ്കൂറ്റമില്ലാത്തവർ എങ്ങനെയാണ് UKKCയുടെ നേതൃത്വത്തിലേക്ക് വരുന്നതെന്ന് സ്നേഹമുള്ളവരെ നിങ്ങളൊന്ന് ചിന്തിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നാഷണൽ കൗൺസിൽ മീറ്റിങ്ങുകളിൽ എത്രയോ ശക്തമായ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ അതിനെ നേരിടുവാൻ എന്ന് പറയുന്നത് പോലെ വരുന്ന UKKCയുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന നാഷണൽ കൗൺസിലിൽ വരുമ്പോൾ ഏതാണ്ട് 100 അടുത്ത് വരുന്ന ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു സദസ്സെ എങ്ങനെയാണ് ഇവർ അഭിമുഖീകരിക്കുന്നത് എന്ന് എനിക്കിപ്പോഴും വിശ്വാസമില്ല. ഒരു ചെറിയ യൂണിറ്റ് 20 അല്ലെങ്കിൽ 21 അംഗങ്ങളുള്ള ഫാമിലിയുള്ള ഒരു യൂണിറ്റിൻ്റെ പരിപാടിക്ക് പോരാൻ വേറെ പലരുടെയും സമ്മതവും അനുവാദവും വാങ്ങി വരാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് UKKCയെ നയിക്കുന്നതെന്ന് എനിക്കിപ്പോഴും പൂർണ്ണമായ ബോധ്യമില്ല. ഞാൻ പറയട്ടെ, ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കുന്ന ചില കൂലിയെഴുത്തുകാരുടെയും അതല്ലെങ്കിൽ അതുപോലെയുള്ളവരുടെയും സമ്മതം വാങ്ങിയാലേ ഞങ്ങൾക്ക് വരാൻ പറ്റൂ. അങ്ങനെയുള്ളൊരു പ്രസിഡന്റിനെ UKKCക്ക് ആവശ്യമുണ്ടോ എന്ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ഓരോ യൂണിറ്റിൽ നിന്ന് വരുന്ന അംഗങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്തുകൊണ്ടാണ് വിഗനിലെ യൂണിറ്റ് ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, സ്നേഹിതരെ, ഞാനും അജിത്തും വിഗൻ യൂണിറ്റിലെ അംഗമാണ്, ഒപ്പം ഞങ്ങൾ ഇവിടുത്തെ പ്രതിനിധികളുമാണ്. ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൽ എല്ലാവർക്കും വോട്ടില്ല ഇതിനകത്ത്, മറിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അവിടെ വോട്ട് ചെയ്യുന്നത്. ഈ യൂണിറ്റിൻ്റെ വികാരങ്ങളാണ് ഞാനും അജിത്തും നാഷണൽ കൗൺസിൽ വോട്ടിങ്ങിൽ എടുക്കേണ്ടത്. അല്ലാതെ എൻ്റെയോ അജിത്തിൻ്റെയോ സ്വന്തമായൊരു തീരുമാനമോ ഞങ്ങളുടെ ബന്ധുക്കളാണെന്നോ ഞങ്ങളുടെ സ്വന്തക്കാരാണെന്നോ എന്നുള്ള ഒരു ധാരണയുടെയോ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല വോട്ട് ചെയ്യേണ്ടത്. മറിച്ചത് ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന വിഗൻ യൂണിറ്റിൻ്റെ ആ അംഗങ്ങളുടെ വികാരമാണ് ഞങ്ങൾ നാഷണൽ കൗൺസിലിൽ പ്രതിഫലിപ്പിക്കേണ്ടത്. അങ്ങനെ ഒരു പ്രതിഫലിപ്പിക്കണമെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന വിഗൻ യൂണിറ്റിലെ അംഗങ്ങൾ അറിയണം ആരൊക്കെയാണ് മത്സരിക്കുന്നത്, അവരുടെ കഴിവുകൾ എന്താണ്, അവരുടെ പോരായ്മകൾ എന്താണെന്ന് അറിയണമെങ്കിൽ ഇതുപോലൊരു വേദി ഉണ്ടാകണം. കഴിഞ്ഞ കാലങ്ങളിൽ UKKCയെ അങ്ങനെ പരിപാടി നടത്തിയിട്ടില്ല. അത് ഞങ്ങളുടെ കുറ്റമല്ല. ഞങ്ങൾക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ഞങ്ങൾക്ക് അംഗീകാരം കിട്ടിയത്. അതിനുശേഷമാണെങ്കിലും തിരഞ്ഞെടുപ്പ് വന്നത്. ഞങ്ങൾക്കറിയണം ആരാണ് ഞങ്ങളെ പ്രതിദാനം ചെയ്യുവാൻ UKKCയുടെ നേതൃത്വത്തിലേക്ക് വരുന്നതെന്ന്. അതറിയാനുള്ള ധാർമ്മികമായ അവകാശം ഓരോ ജ്ഞാനായ സമൂഹത്തിലെ അംഗത്തിനുമുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതാണ് ഞങ്ങൾ നടത്തിയത്. അത് നടത്തുമ്പോൾ വിഗൻ യൂണിറ്റിൽ പോയാൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ജസ്റ്റിൻ ചേട്ടാ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെന്ന് ലാസ്റ്റ് മിനിറ്റ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് വോട്ട് വേണം താനും. അത് ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. മറിച്ച് ഈ വിഗൻ യൂണിറ്റ് അല്ല, ഏതൊരു യൂണിറ്റും ഇതുപോലൊരു പരിപാടി നടത്തട്ടെ. ആ പരിപാടിയിൽ പങ്കെടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജ്ഞാനായ സമൂഹത്തിൻ്റെ മുൻപിലേക്ക് നിങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വോട്ട് വാങ്ങി വിജയിക്കുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഓരോ സ്ഥാനാർത്ഥിക്കുമുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതാണ് വിഗനിലെ ജ്ഞാനായക്കാരുടെ വികാരം. ഏതെങ്കിലും അങ്ങനെ ജ്ഞാനായക്കാരായിട്ടും വിഗൻ യൂണിറ്റിനെ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. പക്ഷേ നിങ്ങൾ മണിച്ചിത്രത്താഴിലെ ഈ പറയുന്ന നാഗവല്ലി ഒരു സണ്ണി ഡോക്ടറിനെയാണ് കണ്ടത്. അതുപോലെ ഒരു ഡോക്ടറെ നിങ്ങൾ കാണേണ്ടതായ ഒരു സാഹചര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾക്ക് ആന്തരികമായ എന്തോ ഒരു മുറിവ് സംഭവിച്ചിരിക്കുന്നു. അതൊരു നിങ്ങൾ ധ്യാനത്തിന് പോയതാൽ പോലും നിങ്ങൾക്ക് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് നിങ്ങൾ ഡോക്ടർ സണ്ണിയെ പോലെയുള്ള ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഞങ്ങളോടുള്ള ഈ വിരോധം മാറ്റുവാൻ വേണ്ട മെഡിക്കൽ സയൻസ് നിങ്ങൾക്കുണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്നേഹിതരെ, വിഗൻ യൂണിറ്റിൻ്റെ പേരിൽ ഇവിടെ വന്നതിൻ്റെ പേരിൽ ഇവിടെ വന്ന 2 സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നെങ്കിൽ, സ്നേഹമുള്ളവരെ, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ആ വ്യക്തികളെ വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥിയുടെ കഴിവിനെയല്ല, മറിച്ച് വേറെ ഏതെങ്കിലും സ്വാധീനത്തിൻ്റെ പേരിലാണ്. അങ്ങനെ സ്വാധീനത്തിൻ്റെ പേരിലാണ് UKKCയിൽ ആരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ UKKCയുടെ ഭാവി ശോഭനമാവില്ല എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹമുള്ളവരെ, വിഗൻ യൂണിറ്റിനെയോ അല്ലെങ്കിൽ എനിക്കോ പറയാനുള്ള കാര്യങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിലും ഞാൻ ധൈര്യമായി എഴുതും.
സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഡിസംബർ മാസം 15-ാം തീയതി സ്വാൻസിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഇന്ന് വരെ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതിൽ ബൈലോയിൽ ഒരു ഭേദഗതിയിൽ നമുക്ക് ആവശ്യമായിരുന്നു. ഇത് കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ നാഷണൽ കൗൺസിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അത് ഓരോ യൂണിറ്റുകാരും തീരുമാനിച്ചു. ഇപ്പം എന്താ തീരുമാനമായോ? തീരുമാനമൊന്നുമായില്ല. സ്നേഹമിലെ ദീർഘവീക്ഷണമുള്ള ഒരു ബൈലോ ഉണ്ടാകണമെന്ന് അന്ന് നമ്മൾ നിർദ്ദേശിച്ചതാണ് വിഗൻ യൂണിറ്റ്. ഏറ്റവും അവസാനം വിഗൻ യൂണിറ്റ് വെച്ച ഒരു നിർദ്ദേശമായിരുന്നു, വൈ ഡോണ്ട് വി റിഫർ ദിസ് മാറ്റർ ടു എ സോളിസിറ്റർ. അദ്ദേഹം പണ്ട് പഠിക്കട്ടെ, ഏതെങ്കിലും ഒരു പോരായ്മയുണ്ടെങ്കിൽ കാണട്ടെ, പരിഹരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താ? അതിന് പണം മുടക്കുണ്ട് എന്നാണ്. ഇപ്പോൾ ആരാ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ സംഭവിച്ചല്ലോ. ആരാണിത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക? ഡിസംബർ മാസം 31-ാം തീയതി ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവിൻ്റെ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞു. ഇപ്പോൾ ജനുവരി മാസം 4-ാം തീയതിയായി. ഇനി വരുന്നത് ഈ പന്തെടുത്ത് അടുത്തവൻ്റെ തലയിൽ വെച്ച് കൊടുക്കും. പിന്നെ അത് അവൻ വേണം ചുമക്കാൻ. ഇതാണോ അതിൻ്റെ ശരി? നിങ്ങൾ വിലയിരുത്തുക. UKKCയുടെ നേതൃത്വത്തിലേക്ക് വരുന്നവർ, ഞാൻ ഇന്നൊരു സ്ഥാനാർത്ഥിയോട് വളരെ വ്യക്തമായി പറഞ്ഞു, കാറ്റത്താടുന്ന ഞാങ്ങണ പോലെ ഓരോ കാലത്തിലും അങ്ങോട്ടുമില്ല ഇങ്ങോട്ട് പാടിക്കൊണ്ടിരുന്നാൽ UKKCയുടെ ഒരു പ്രവർത്തനവും ഭാവിയിൽ ഉണ്ടാവില്ല. മറിച്ച് ഇതുപോലെയൊക്കെ അങ്ങ് പോകുമെന്നുള്ളതേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി ഈ KCYൽക്കാരോട് ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ നിങ്ങൾ ഇതുപോലെ വിമർശിച്ച്, ചിലരൊക്കെ ഉണ്ട് വീട്ടിൽ ഇരുന്ന് ഭയങ്കരമായിട്ട് എഴുതും. സ്വന്തം യൂണിറ്റിൽ പോലും ജയിക്കാൻ അവരെ കണ്ടിട്ട് പറ്റുകയില്ല. പക്ഷേ അവരൊക്കെ കരുതുന്നത് ഞങ്ങളാണ് ഇവിടുത്തെ കിങ് മേക്കേഴ്സ് എന്നാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഇവിടെ വരുവാനും നമ്മുടെ ഈ ക്ഷണം സ്വീകരിക്കുവാനും സന്മനസ് കാണിച്ച 2 സ്ഥാനാർത്ഥികളുടെയുണ്ട്. നിങ്ങളോട് പ്രത്യേകം ഞങ്ങൾ നന്ദി പറയും. നിങ്ങൾ ജയിക്കുകയോ ജയിക്കില്ലയോ എന്നുള്ളതല്ല അതിൻ്റെ അകത്തെ വിഷയം. ഞാൻ ആ സ്ഥാനാർത്ഥിയോട് പറഞ്ഞു, ഭീരുക്കൾ ജീവിതത്തിൽ പലപ്പോഴും മരിച്ചേക്കാം, പക്ഷേ അഭിമാനമുള്ളവനും ചങ്കുറപ്പുള്ളവനും ജീവിതത്തിൽ ഒരിക്കലേ മരിക്കുകയുള്ളൂ. അതുകൊണ്ട് 2 പേര്, ഒന്ന് ഒരു പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, യുദ്ധത്തിൽ പങ്കെടുത്തവരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കൊല്ലൻ്റെ ആലയിലെ പട്ടിയെ ഉടുക്കുകയാട്ടി പേടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ നിരന്തരം ശല്യം ചെയ്തു പോകരുത്, പോയാൽ 2 വോട്ട് പോകും. ഏതായാലും ഞങ്ങൾക്ക് ഇവിടെ 2 വോട്ടുണ്ടല്ലോ, മറ്റ് യൂണിറ്റുകൾക്കും 2 വോട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണിച്ച ഈ സന്മനസ്സിന് പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. വിഗൻ യൂണിറ്റിൻ്റെ പേരിലും പ്രത്യേകിച്ച് KCYൽ അംഗങ്ങളുടെ പേരിലും ഞങ്ങൾ ഈ വിഗൻ യൂണിറ്റിലെ ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുവാൻ ഞങ്ങളൊരു ചെറിയ ശ്രമം നടത്തുന്നു. നിങ്ങൾ നാഷണൽ എക്സിക്യൂട്ടീവിലെ ഭാരവാഹികളായാൽ ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമായോ അതല്ലെങ്കിൽ നിങ്ങളെ അനുകൂലിക്കുന്നവനൊക്കെ ആയിട്ട് ഞാനും കാണും. നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് ഞാനും അജിത്തും പറഞ്ഞിരിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ഏതൊരു നല്ല കാര്യത്തിനും നിങ്ങളെടുത്ത് തീരുമാനമെടുത്താൽ അതിനെ ഞങ്ങൾ പൂർണ്ണമായി വിഗൻ യൂണിറ്റിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ജഗദീശ്വരൻ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.